കണ്ണേ കരളെ VSA. ലോകത്തെ മറ്റേത് നേതാവിനുണ്ട് ഇതുപോലൊരു മുദ്രാവാക്യം? പുന്നപ്രയിലുണ്ടായിരുന്ന ഒരു UP സ്കൂളിൽ വെച്ച് സവർണ കുട്ടികളുടെ ക്രൂരമർദ്ദനത്തിനിരയായ ആ കുട്ടി വീട്ടിലേക്ക് ഓടിച്ചെന്ന് അച്ഛനോട് സങ്കടം പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ അച്ഛൻ ശങ്കരൻ മകന്റെ കയ്യിൽ ഒരു പിടി ഇരുമ്പരഞ്ഞാണം കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ ആരാണോ ഇന്ന് അടിച്ചത് നാളെ അവരെ ഇതുകൊണ്ട് തിരിച്ചടിക്കണമെന്ന്. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ ചെന്ന ആ ബാലൻ തന്നെ തിരിച്ചടിച്ചവരെ തിരഞ്ഞു പിടിച്ച് പിടിയരഞ്ഞാണം വെച്ച് ഇടിച്ചു തുടങ്ങിയാണ് ചെറുത്തുനിൽപ്പിന്റെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങളുടെ തീച്ചുളയ്ക്ക് സഖാവ് VS അച്യുതാനന്ദൻ തിരിതെളിച്ചത്. 100 Days 100 Story Part 14. ഇതുപോലുള്ള കഥകൾ മിസ്സാവാതിരിക്കാനായിട്ട് ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക. 1946 തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയും അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനുമെതിരെ നടന്ന ചരിത്ര പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയ കാരണത്താൽ VSന് അന്നത്തെ പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നത് മരണതുല്യമായ ക്രൂരമർദ്ദനങ്ങളായിരുന്നു. 1946 ഒക്ടോബർ 23 തിരുവിതാംകൂർ രാജാവിന്റെ തിരുനാൾ ദിവസം അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യവുമായി പോരാടാനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനം. പ്രതിഷേധ പ്രകടനത്തിന് 100 കണക്കിന് ആളുകൾ എത്തുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം പുന്നപ്രയിലെത്തിയ VSനോട് വാറണ്ട് ഉള്ളതിനാൽ മാറി നിൽക്കണമെന്നായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം. പോലീസ് ക്യാമ്പിനടുത്ത് പ്രകടനം എത്തുമ്പോഴേക്കും ഇൻസ്പെക്ടർ വേലായുധൻ വെടിവെക്കാൻ ഉത്തരവിടുന്നു. തോക്കേന്തിയ പോലീസിനെ വാരിക്കുന്തവുമായാണ് സഖാക്കൾ അന്ന് നേരിട്ടത്. ഇൻസ്പെക്ടറുടെ തല വെട്ടിമാറ്റി. ഇതിനെ തുടർന്ന് പോലീസും പട്ടാളം നടത്തിയ നരനായാട്ടിൽ 100 കണക്കിനോളം ആളുകൾ രക്തസാക്ഷികളായി. പുന്നപ്രയിലെയും വയലാറിലെയും ചോരച്ചാലുകൾ ചെങ്കൊടികളെ കൂടുതൽ ചോപ്പിച്ചു. കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ വിപ്ലവ സംഭവങ്ങൾക്കൊടുവിൽ പൂഞ്ഞാറിൽ ഒരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിൽ ഒക്ടോബർ 28 VSനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുന്നു. അഴികളിലൂടെ കാലുകൾ പുറത്തേക്കിട്ട് വിലങ്ങനെ വെച്ചുകെട്ടി ലോക്കപ്പിലിട്ട് പൂട്ടി. കുറച്ച് പോലീസുകാർ ലോക്കപ്പിന്റെ അകത്ത് നിന്നുകൊണ്ട് തോക്കിന്റെ പാത്തി കൊണ്ടും പുറത്തുള്ളവർ കാൽപാദത്തിൽ ചൂരൽ കൊണ്ടും പൊതിരെ തല്ലി. അതിലൊരു പോലീസുകാരൻ തോക്കിന്റെ ബയനറ്റ് കൊണ്ട് കാലിന്റെ ഉള്ളകാലിൽ ആഞ്ഞുകുത്തി. ഇരുട്ടുമൂടിയ ലോക്കപ്പിന്റെ മുറികളിലാകെ VSന്റെ ചോര ചീറ്റി. കൊടും ക്രൂരതകളുടെ പോലീസ് മുറികൾക്ക് മുന്നിലും VS എന്ന വിപ്ലവകാരൻ പിൻവാങ്ങിയില്ല. ആ മർദ്ദനത്തിലേറ്റ മുറിപ്പാടുകൾ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ വിപ്ലവ പോരാട്ടത്തിനുള്ള ഊർജ്ജമായി മാറി. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPI വിട്ടിറങ്ങി CPIM രൂപീകരിച്ച 32 നേതാക്കളിൽ ഒരാൾ. പാർട്ടിക്ക് അകത്തും പുറത്തും എന്നും ഒരു തിരുത്തൽ ശബ്ദമായിരുന്നു VS. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലും പുറത്തും ജനകീയ വിഷയങ്ങളിൽ സ്വന്തം നിലപാട് ഉറക്കെ വിളിച്ചു പറയാൻ VSന് ഭയമുണ്ടായിരുന്നില്ല. 2006 തന്റെ 80-ാം വയസ്സിൽ VS കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നടന്നു കയറിയപ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രമായിരുന്ന വിജയമായിരുന്നില്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും ശബ്ദത്തിന് കിട്ടിയ അംഗീകാരമായിരുന്നു. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ മൂന്നാർ ദൗത്യം, മതികെട്ടാനിലെ വനം കയ്യേറ്റത്തിനെതിരെയുള്ള സമരം, ലോട്ടറി മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടം, സ്ത്രീ സുരക്ഷയ്ക്കും പരിസ്ഥിതിക്കും വേണ്ടിയെടുത്ത വിട്ടുവീഴ്ചയിലില്ലാത്ത നിലപാടുകൾ, അഴിമതികൾക്കും വർഗീയതയ്ക്കും എതിരെയുള്ള വിരൽ ചൂണ്ടലുകൾ എല്ലാം ആ വിപ്ലവ നായകനെ സാധാരണക്കാരുടെ കണ്ണും കരളുമാക്കി മാറ്റി. ചെറുത്തുനിൽപ്പിന്റെ കനൽ വഴികളിലൂടെ 100 വർഷം പിന്നിട്ട VS എന്ന വിപ്ലവ സൂര്യൻ പുന്നപ്ര വയലാറിലെ രക്തസാക്ഷികൾ ഉറങ്ങുന്ന അതേ മണ്ണിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മരണം കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത ഒരു ഇതിഹാസമായി കേരളത്തിന്റെ മണ്ണും മനസ്സും ഉള്ളിടത്തോളം കാലം സഖാവ് VS അച്യുതാനന്ദൻ എന്ന പേര് ജനലക്ഷങ്ങളുടെ മനസ്സിലെന്നും പുനർജനിച്ചുകൊണ്ടേയിരിക്കും. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും.